നമസ്കാരം. ട്രാക്ക് ഓൺ പ്രൊവേഷൻ്റെ ഇതാണ് അഡ്മിൻ. ഇവിടെ നമുക്ക് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റിംഗ് ആയിട്ട് ബ്രാഞ്ച് നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ലൊക്കേഷൻ, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സേവ് ചേഞ്ചസ് കൊടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. നെക്സ്റ്റ് വരുന്നത് ലോഗോ സെറ്റിംഗ്സ് ആണ്. ലോഗോ സെറ്റിംഗ്സിൽ ഹെഡർ എന്നുള്ള രീതിയിലും ലോഗോ ആയിട്ടും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് സേവ് ചേഞ്ചസ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് കൂടാതെ നിങ്ങളുടെ QR കോഡും ഇവിടെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൊടുത്തിട്ട് സേവ് ചേഞ്ചസ് കൊടുത്താൽ മതി. നെക്സ്റ്റ് പ്രിഫറൻസസ് ആണ്. പ്രിഫറൻസസിൽ നിങ്ങൾക്ക് ടൈം സോണ്, ഫിനാൻഷ്യൽ ഇയർ, ഇൻവോയ്സ് റെഫറൻസ് നമ്പർ, സ്റ്റാർട്ടിംഗ് നമ്പർ, റിസീവ് റെഫറൻസ് നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ എങ്ങനെയാണോ കസ്റ്റമൈസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് കൊടുത്തുകൊണ്ട് സേവ് ചേഞ്ചസ് കൊടുത്താൽ മതി. നെക്സ്റ്റ് സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചറിൽ നിങ്ങളുടെ വൗച്ചറിൽ ഓണറുടെയോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റാഫിൻ്റെയോ സിഗ്നേച്ചർ അറ്റാച്ച് ചെയ്യാന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഹിസ്റ്ററി ആയിട്ട് നിങ്ങളുടെ ലോഗിനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഹിസ്റ്ററി വൈസ് ആയിട്ട് നോക്കാൻ കഴിയും. അതുപോലെ മാസ്റ്ററിലാണ് നിങ്ങൾക്ക് ലെഡ്ജർ ആയിട്ട് കസ്റ്റമർ, സപ്ലയർ, സ്റ്റാഫ്, ബാങ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ബ്രാഞ്ച് ചൂസ് ചെയ്യുക. സെലക്ട് ലെഡ്ജർ ടൈപ്പിൽ എന്ത് ടൈപ്പ് ഓഫ് ലെഡ്ജർ ആണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ചൂസ് ചെയ്യുക. അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സർവീസസ് ആണ്. സർവീസസിൽ നിങ്ങൾക്ക് ആഡ് സർവീസ് ആയിട്ട് മിസ്ലേനിയസ് ഇൻവോയ്സിൽ എന്തൊക്കെ സർവീസസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കണോ അതൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് സർവീസ് നെയിമും HSN കോഡും കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് എയർലൈൻസ് ആണ്. എയർലൈൻസും നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് യൂസേഴ്സ് ആണ്. നിങ്ങളുടെ സ്റ്റാഫിന് ഓരോ സെപ്പറേറ്റ് സ്റ്റാഫിന് സെപ്പറേറ്റ് IDs ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ബ്രാഞ്ച് ചൂസ് ചെയ്യാം. അതുപോലെ സ്റ്റാഫിൻ്റെ നെയിം എന്താണോ അത് ചൂസ് ചെയ്യാം. അവരുടെ റോൾ നെയിം എന്താണോ അത് ചൂസ് ചെയ്തുകൊണ്ട് അവർക്കൊരു പാസ്വേഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ സ്റ്റാഫിന് എന്തൊക്കെ റോൾസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് റോൾ നെയിം കൊടുക്കുവാനും ഓണർക്ക് തന്നെ അവരുടെ ലോഗിനിൽ എന്തൊക്കെ പെർമിഷൻസ് വേണം എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് ഇവിടുന്ന് ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻസിലാണ് നമ്മൾ ഇൻവോയ്സ്, റെസിപ്റ്റ്സ്, പേയ്മെന്റ്സ്, റീഫണ്ട്, PLB ഇൻസെന്റീവ്, ജേർണൽ, കോൺട്രാ, എക്സ്പെൻഡിച്ചർ ഇതുപോലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എൻട്രി ചെയ്യുന്നത്. ഇത് ഇൻവോയ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഇൻവോയ്സ് ഓപ്ഷൻ ഉണ്ട്. ആഡ് ഇൻവോയ്സ് ഓപ്ഷൻ മെയിൻ ബ്രാഞ്ച് ചൂസ് ചെയ്യുക. കസ്റ്റമർ ആർക്കാണോ ബില്ല് കൊടുക്കുന്നത് അവരെ ചൂസ് ചെയ്യുക. അതുപോലെ അവരുടെ നെയിം ചൂസ് ചെയ്യാം. ഏജന്റ് ഉണ്ടെങ്കിൽ ഏജന്റിനെ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. അതുപോലെ ഇൻവോയ്സ് ചെയ്യുന്ന സ്റ്റാഫ് ആരാണോ അവരെ ചൂസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് ഓർ മിസ്ലേനിയസ് ഇൻവോയ്സ് എന്ത് സർവീസ് ആണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടിക്കറ്റ് ഇൻവോയ്സിൽ 3 ടൈപ്പ് ഓഫ് ഇൻവോയ്സ് ആണ്. ഫ്ലൈറ്റ്, ട്രെയിൻ, ബസ് ടിക്കറ്റ്. ഇതിൽ ഫ്ലൈറ്റ് ചൂസ് ചെയ്ത് സെക്ടർ കൊടുക്കുക. അതിനുശേഷം എയർലൈൻ കോഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എയർലൈൻ നെയിം വരും. അതിനുശേഷം ടിക്കറ്റ് നമ്പർ, നെയിം ഓഫ് പാസഞ്ചർ, അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് സപ്ലയർ, ബൈങ് പ്രൈസ്, സെല്ലിംഗ് എമൗണ്ട്, നിങ്ങൾക്ക് ഇവിടുന്ന് GST ആഡ് ചെയ്യണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ GST ആഡ് ചെയ്യാം. അതുപോലെ പ്രോഫിറ്റബിൾ എമൗണ്ട് ഇൻവോയ്സ് വൗച്ചറിൽ കാണണമെന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടിക്ക് മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാം. ഇത് നെക്സ്റ്റ് സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവോയ്സ് വൗച്ചർ റെഡിയായി. നെക്സ്റ്റ് വരുന്നത് റെസിപ്റ്റ് ആണ്. ഇവിടെ ആഡ് റെസിപ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ച് ചൂസ് ചെയ്യുക. ആർക്കാണോ റെസിപ്റ്റ് കൊടുക്കുന്നത് അവരെ ചൂസ് ചെയ്യുക. അവരുടെ നെയിം സെലക്ട് ചെയ്യുക. എമൗണ്ട്, എത്ര എമൗണ്ട് ആണോ റിസീവ് ചെയ്യുന്നത് ആ എമൗണ്ട് കൊടുക്കുക. ഏത് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആണോ റിസീപ്റ്റ് ചെയ്യുന്നത് ആ ഇൻവോയ്സ് സെലക്ട് ചെയ്യുക. മോഡ് ഓഫ് പേയ്മെന്റ് ചൂസ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. ഇതാണ് റെസിപ്റ്റ് വൗച്ചർ വരുന്നത്. നെക്സ്റ്റ് പേയ്മെന്റ് ആണ്. ആർക്കാണോ പേയ്മെന്റ് കൊടുക്കുന്നത് അവരെ ചൂസ് ചെയ്യുക. അവരുടെ നെയിം ചൂസ് ചെയ്യുക. എത്ര എമൗണ്ട് ആണോ കൊടുക്കുന്നത് ആ എമൗണ്ട് കൊടുക്കുക. മോഡ് ഓഫ് പേയ്മെന്റ് ചൂസ് ചെയ്യുക. ദെൻ സബ്മിറ്റ് ചെയ്യുക. പേയ്മെന്റ് വൗച്ചറായി. നെക്സ്റ്റ് റീഫണ്ട് ആണ്. റീഫണ്ടിൽ നിങ്ങൾ ബ്രാഞ്ച് ചൂസ് ചെയ്യുക. ഏത് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആണോ
റീഫണ്ട് ചെയ്യുന്നത്. ആ ഇൻവോയ്സ് നമ്പർ കൊടുക്കുക. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവോയ്സ് ചെയ്തതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും. ഇൻവോയ്സ് റെഫറൻസ് നമ്പർ ചൂസ് ചെയ്യുക. അതിന് നമുക്ക് ഇൻവോയ്സ് എമൗണ്ടും അതുപോലെ ബാലൻസ് എമൗണ്ട്, കസ്റ്റമർ നെയിമൊക്കെ നമുക്ക് ഇവിടെ കാണിക്കും. എത്ര എമൗണ്ട് ആണോ സപ്ലറിയിൽ നിന്ന് കിട്ടുന്നത് ആ എമൗണ്ട് ഇവിടെ കൊടുക്കുക. എന്തെങ്കിലും റീഫണ്ട് ചാർജസ് ആയിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 0 എമൗണ്ട് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് വൗച്ചർ റെഡിയായി. നെക്സ്റ്റ് ജേർണൽ എൻട്രി ആണ് വരുന്നത്. ജേർണൽ എൻട്രിയിൽ നമുക്ക് ബ്രാഞ്ച് ചൂസ് ചെയ്യാം. അതുപോലെ ഫ്രം അക്കൗണ്ട് ആരിൽ നിന്ന് ആരിലേക്കാണോ എമൗണ്ട് കൊടുക്കുന്നത് അവരെ ചൂസ് ചെയ്ത് കൊടുക്കുക. എമൗണ്ട് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യാം. കോൺട്രാ എൻട്രി നമുക്ക് 3 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ചെയ്യാൻ കഴിയുക. ബാങ്ക് ടു ബാങ്ക്, ക്യാഷ് ടു ബാങ്ക്, ബാങ്ക് ടു ക്യാഷ് എന്നുള്ള രീതിയിൽ 3 എൻട്രീസ് വരുമ്പോൾ നമുക്ക് കോൺട്രാ എൻട്രി ചെയ്യാൻ കഴിയുന്നതാണ്. ഫ്രം അക്കൗണ്ട് ചൂസ് ചെയ്യുക, ടു അക്കൗണ്ട് ചൂസ് ചെയ്യുക, എമൗണ്ട് സബ്മിറ്റ് ചെയ്യുക. എക്സ്പെൻഡിച്ചർ, ആഡ് എക്സ്പെൻഡിച്ചറിൽ ബ്രാഞ്ച് ചൂസ് ചെയ്യുക. എന്ത് എക്സ്പെൻഡിച്ചറാണ് ചൂസ് ചെയ്യുക, എമൗണ്ട് കൊടുക്കുക. എക്സ്പെൻഡിച്ചർ ആഡായി. ലിസ്റ്റിൽ വന്നിട്ട് നമ്മൾ അതിനുശേഷം പേ എക്സ്പെൻഡിച്ചർ ചെയ്താൽ മതി. നെക്സ്റ്റ് റീകൺസിൽ മാച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഡ്വാൻസ് റെസിപ്റ്റ്, റീഫണ്ട്, ജേർണൽ എൻട്രി ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് മാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. കൂടാതെ റിപ്പോർട്ട്സ് ആണ്. ലെഡ്ജർ റിപ്പോർട്ട്, സെയിൽസ് റിപ്പോർട്ട്, ഡേ ബുക്ക് റിപ്പോർട്ട്, ഏജിംഗ് റിപ്പോർട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി റിപ്പോർട്ട്സ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ലെഡ്ജർ റിപ്പോർട്ടിൽ നമുക്ക് സെപ്പറേറ്റ് ലെഡ്ജർ റിപ്പോർട്ടായിട്ട് ഓരോന്നും എടുക്കാൻ കഴിയും. സെൽഫ് ലെഡ്ജർ, എന്ത് ടൈപ്പ് ഓഫ് ലെഡ്ജർ ആണെന്ന് ചൂസ് ചെയ്യുക. അവരുടെ നെയിം ചൂസ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സെപ്പറേറ്റ് ലെഡ്ജർ ടൈപ്പായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫിൽട്ടർ ചെയ്ത് പർട്ടിക്കുലർ പീരീഡിനെ മാത്രമായിട്ട് എടുക്കാനാണെങ്കിൽ ഇവിടെ നമുക്ക് ഡേറ്റ് ടു ഡേറ്റ് കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്യാനും കഴിയും. താങ്ക് യു.